നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു ഒരു ചെറുപ്പക്കാരൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊക്കെ അരാജകത്വം എന്നാണ് പറയുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റും. നിയമവിരുദ്ധമായ നിയമലംഘനത്തിൻ്റെ അങ്ങേയറ്റമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയമേവ കേസെടുത്തു. ഡിപ്പാർട്ട്മെൻറ്റിനോട് ശക്തമായ നടപടി എടുക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതൊരു മാതൃകയാകണം. കാരണം മാതൃകയാകുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വലിയൊരു അപകടമുണ്ട്. അദ്ദേഹം നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അദ്ദേഹം നിയമലംഘനം നടത്തി കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, എനിക്ക് നന്നായി റേറ്റ് കൂടിയിരിക്കുകയാണ്, എൻ്റെ റേറ്റിംഗ് 10,000 കൂടെ കൂടി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടി, എന്നെ ലൈക്ക് ചെയ്യുന്നവരെ കൂടി. ഒരു കാര്യമാണ് മറ്റൊരു തലമുറയെ നശിപ്പിക്കാൻ. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന അല്ലെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറയെ ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാതൃകയാണ്. നമ്മൾ നന്നായി വാഹനം ഓടിച്ച് ചിലർ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു തട്ടോ മുട്ടോ ഉണ്ടായിട്ടില്ല, ഭാഗ്യം. അതാ വ്യക്തിയുടെ ശ്രദ്ധ വളരെ പ്രധാനമാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ആ ആളിനാണ് റേറ്റിംഗ് കൊടുക്കേണ്ടത്. അല്ലാതെ വാഹനത്തിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക, അതിൽ കിടന്ന് സിനിമയിൽ ഇതൊക്കെ സെറ്റാണ് സുഹൃത്തുക്കളെ. സിനിമയിൽ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു സ്റ്റുഡിയോ കോമ്പൗണ്ടിനുള്ളിൽ ഞാനും കണ്ടു ആ സിനിമയിൽ സ്റ്റുഡിയോ കോമ്പൗണ്ടിനുള്ളിൽ ഒരു വണ്ടി പോലെ സെറ്റ് ചെയ്തിട്ട് ലോറിയുടെ പുറത്ത് പെയിൻ്റൊക്കെ അടിച്ച് ആ ലോറി ഓടിക്കുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. ഇതങ്ങനെയല്ല, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിൽ കൂടെ ഓടിക്കുകയാണ്. അത്തരം കോമാളിത്തരങ്ങൾ കാണിക്കാനുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടു ജനലിലിരുന്ന് യാത്ര ചെയ്യുക. ഒരാളെ ശാസിച്ചു, ഫൈനടിച്ചു, സേവനത്തിന് വിട്ടു. അടുത്ത ടീം അതിനടുത്ത താലൂക്കിൽ തന്നെ ഉടനെ നടത്തുക. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെ മൂന്നാറിൽ പോകുന്നുണ്ട്. ഇതൊക്കെ കർശനമായ നിലപാടെടുത്തേ പറ്റൂ. അതൊന്നും ചെയ്യരുത്. പക്ഷെ അപകടമുള്ള കാര്യങ്ങൾ. ഡോറിലിരുന്ന് പോവുകയാണ്, ഡോറോടെ തുറന്നു പോയി മറിഞ്ഞു വീണ ഒരു ജീവൻ നഷ്ടപ്പെടില്ല. ഇത് മാതൃകയാക്കാൻ ഇടയാക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിൽ വളരെ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കണം. വളരെ കാര്യങ്ങളുണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ സംഭവത്തിൽ ആ വ്യക്തിയുടെ, പിന്നെ അതിനുശേഷം എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും പിന്നീട് ഞങ്ങൾ കാണാനിടയായി. ഉദ്യോഗസ്ഥർ എന്നെ കാണിച്ചു തന്നു. അപ്പോഴാ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ ശക്തമായ നിലപാടിൽ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം ഈ ചെറുപ്പക്കാരൻ കാണിക്കുന്ന മറ്റുള്ളവർ മാതൃകയാക്കി പണമുണ്ടാക്കുക. കാരണം യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് റേറ്റിംഗ് കൂട്ടിക്കൊണ്ട്. നല്ലതാണ്. പക്ഷേ ഇതൊരു മറുവശം ആ ചെറുപ്പക്കാരനും അറിയുന്നില്ല, നാട്ടിലുള്ളവരും അറിയുന്നില്ല. ഇതിന് പുറകിൽ സർക്കാരിന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എഴുതി തരികയാണ്, ഇയാൾ യൂട്യൂബിലൂടെ നിയമലംഘനത്തിൽ പണമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് EDക്ക് ഒരു പരാതി കൊടുത്താൽ PMLA ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അതിലെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കാം. യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ടോ, സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും, ഇത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കും. പിന്നെ ഫലം ഇതാണ്, വലിയ ശിക്ഷ വരും. സർക്കാർ ഇത് മുഴുവൻ പിടിച്ചെടുക്കും. മാത്രമേ യൂട്യൂബിനെ അറിയിക്കും, ഇയാളെ ബാൻ ചെയ്യണം, ഈ വ്യക്തിയെ ബാൻ ചെയ്യും. പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇനി ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കും. PMLA ആക്ട് പ്രകാരം കേസെടുക്കാൻ വകുപ്പുണ്ട്. ആ കേസെടുത്താനുള്ള ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ED യൂട്യൂബുമായി ബന്ധപ്പെടും, നിങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കും, നിങ്ങൾക്ക് ഇതുവഴി കിട്ടിയ മുഴുവൻ പണം, ഇന്നുവരെ കിട്ടിയ മുഴുവൻ പണവും റിക്കവർ ചെയ്യും, ഗവൺമെൻറ്റിലേക്ക് പിടിച്ചെടുക്കും. അങ്ങനെ വ്യവസ്ഥ ഇന്ത്യയിലെ നിയമത്തിലുണ്ട്. ആ വ്യവസ്ഥ എടുത്ത് പ്രയോഗിക്കാൻ ഇടയായാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കണം, ആ വ്യവസ്ഥ ചെയ്ത് ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാവരും മനസ്സിലായി. യൂട്യൂബിൽ നിയമലംഘനങ്ങൾ കാണിച്ചു കൊടുക്കുന്ന എല്ലാവരും, അത് മോട്ടോർ വെഹിക്കിളിൽ മാത്രമല്ല, മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും യൂട്യൂബിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്. ആ നിയമം പണമുണ്ടാക്കിയതെല്ലാം പോകും, ജയിലിലും കിടക്കും. പലപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെയും മറ്റ് കോടതികളിലെയൊക്കെ നിർദ്ദേശങ്ങൾ വരാം. അത് പാലിക്കാൻ നമ്മൾ ഗവൺമെൻറ്റും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്.